വിളിക്കുന്ന ഒരു ജിഹാദി അതല്ലെങ്കിൽ ഒരു മുക്കാലൻ എന്നൊക്കെ തന്നെ വിളിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അത് വാപുരൻ എന്ന് പറയുന്ന അയ്യപ്പസ്വാമിയുടെ ഭൂതഗണങ്ങളിൽ ഒന്നാണ് എന്ന് എല്ലാ വിശ്വാസികൾക്കും അതല്ലെങ്കിൽ അയ്യപ്പ അതിന്റെ ചരിത്രം പൂർണ്ണമായിട്ട് അറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് എനിക്ക് വലിയൊരു സന്തോഷമുണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട് യൂട്യൂബിൽ. നമ്മളൊക്കെ പറയുമല്ലോ, യൂട്യൂബ് തീർച്ചയായിട്ടും ഒരു വലിയ ഒരു ആശയവിനിമയത്തിന് നന്മ പരത്താവുന്നതിനും തിന്മ പരത്താവുന്നതിനും ഏറ്റവും വലിയ ഒരു ഉപാധിയാണ് യഥാർത്ഥത്തിൽ യൂട്യൂബ്. അപ്പം ഞാൻ അത്ഭുതത്തോടെയും വളരെ വിസ്മയത്തോടെയും എന്താ പറയുക, വളരെ കൗതുകത്തോടെ നോക്കിക്കാണുന്ന എൻ്റെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് സ്മൃതി എന്ന പേരായിട്ടുള്ള ഒരു പെൺകുട്ടി. നോക്കണം, ആ കുട്ടിയുടെ വ്ളോഗുകളെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്തുമാത്രമാണ് യഥാർത്ഥത്തിൽ മതചിട്ടകളൊക്കെ പുലർത്തുന്ന ഒരു കുട്ടിയായിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതൊരു ഹൈന്ദവ പെൺകുട്ടിയാണ്, ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. പക്ഷേ അവളിലുള്ള ആ മനസ്സുണ്ടല്ലോ, എന്തുമാത്രം വിശാലമായ മഹത്വറ്റ ഒരു മനസ്സിൻ്റെ ഉടമയാണ് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി ഇത്രയൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. എങ്ങനെയായിരിക്കും, എവിടെ നിന്നാണ് ആലോചിച്ച് നോക്കും. കുറഞ്ഞ പ്രായമേ ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 10-20 വയസ്സിന് മാത്രമേ ആയിട്ടുണ്ടാകുള്ളൂ. പക്ഷേ ഇന്ന് കാണുന്ന മുതുക്കന്മാരെയും അരമുതുക്കന്മാരെയും ഒക്കെ നോക്കണം, വെല്ലുവിളിച്ചുകൊണ്ട് നോക്കണം, വർഗീയത മാത്രം വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നോക്കണം, വർഗീയ കലുഷമാക്കി തീർക്കാൻ വേണ്ടി അഹോരാത്രം പണിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി സംഘപരിവാരം പോലെ, അതോടൊപ്പം തന്നെ അപ്പി ബൈജുവിനെ പോലെ, അതോടൊപ്പം മുതുക്കി കിളവന്മാരെ പോലെ നോക്കട്ടെ, നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഒട്ടനേകം റീന അലക്സി എന്ന് പറയുന്ന സ്ത്രീയെ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ചില ഒട്ടനേകം, എനിക്ക് പേരറിഞ്ഞുകൂടാ, ഞാൻ കാണുന്ന അങ്ങേയറ്റം വർഗീയത പറഞ്ഞ് സമൂഹത്തിൻ്റെ സ്നേഹവും സാഹോദര്യവും നഷ്ടപ്പെടുത്തി നമ്മൾ പച്ചവെള്ളം കുടിച്ച് കിടന്നാൽ പോലും നമുക്ക് നമ്മുടെ സ്വൈരതയും സ്വസ്ഥതയും നഷ്ടപ്പെട്ട് നാളെ ഞാൻ ഈ ഭാഗത്ത് കാണുമോ, എൻ്റെ കുടുംബം കാണുമോ എന്ന ഭയപ്പാടിലാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ. എന്ന ഒരു കാര്യം അറിയത്തില്ല, എന്താണ് ഹിന്ദു എന്ന് പോലും ഇവർ അറിയത്തില്ല. ഇനി വേറൊരു മഹാന്റെ വാക്കുകളും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ഞാൻ പൊളിച്ചു മാറ്റാൻ പറഞ്ഞിട്ടില്ല, അത് പറഞ്ഞിരിക്കുന്ന അയ്യപ്പസ്വാമിയാണ്. അതായത് ഒരു ക്ഷേത്രത്തിലെ ഭഗവാന്റെ ഹിതം അറിയുന്നത് എങ്ങനെയാണ്? ദേവപ്രശ്നത്തിലൂടെയാണ്. കഴിഞ്ഞ 3 ദേവപ്രശ്നങ്ങളിലും ശബരിമലയിൽ ദേവപ്രശ്ന വിധിയാണ് വാവരും അയ്യപ്പനുമായിട്ട് ബന്ധമില്ല എന്ന്. കാരണം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പൗരാണികമായിട്ടും പുരാണത്തിലും ചരിത്രത്തിലും എല്ലാം പറയുന്നത് വാവുരൻ എന്ന് പറയുന്ന ശിവഭൂതമാണ്. ഇന്ത്യ രാജ്യം വന്നു പെട്ടിട്ടുള്ളത് മണിപ്പൂര്. ആ മണിപ്പൂരിലായാലും അതോടൊപ്പം തന്നെ കഴിഞ്ഞുപോയ ഗുജറാത്തിലായാലും അതോടൊപ്പം തന്നെ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അഥവാ പരാജയം വർഗീയതയാണ്. വർഗീയതയുള്ളിടത്ത് മാനുഷികതയും സോഷ്യലിസവും സ്നേഹവും സമത്വവും ഒന്നും വളരില്ല. നമ്മൾ എന്തു ചെയ്തിട്ടെന്താ കാര്യം? തൊട്ടടുത്തിരിക്കുന്ന സഹോദരനോട് യാതൊരു സ്നേഹവുമില്ലാതെ സംശയത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വടക്കേ ഇന്ത്യ. ആ വടക്കേ ഇന്ത്യ ഞങ്ങൾ ഈ കേരളത്തിലും ആവർത്തിക്കും, ആലോചിച്ച് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശപഥം ചെയ്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ മുഴുവനും വർഗീയ വിഷത്തിൽ വിതച്ചുകൊണ്ട് നോക്കണം, സാഹോദര്യ ബന്ധങ്ങളെ ഇല്ലാതാക്കുമ്പോൾ നോക്കണം, അവർ ശപഥം ചെയ്തിരിക്കുന്നത് അതാണ്. മനുഷ്യരോട് കാരുണ്യവും സ്നേഹവും പുലർത്തുക എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു പൊതുപ്രവർത്തകൻ അഥവാ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ചെയ്യേണ്ടത്. അവർ തന്നെ ആ രാഷ്ട്രീയ പ്രവർത്തനം എന്നതിൻ്റെ പേരിൽ അവർ തൊഴിലാക്കിയിരിക്കുന്നത് വർഗീയമായിട്ട് സംസാരിക്കുക, അങ്ങനെ പരസ്പരം ഭിന്നിപ്പിൻ്റെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഭാഷ ഇട്ട് കൊടുക്കുക. അതാണ് വടക്കേ ഇന്ത്യയിൽ എനിക്ക് ഇന്നും തോന്നുന്നു ഓർമ്മയുണ്ട്. അഫ്സുർ റസൂൽ എന്ന് പേരായ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ തീയിട്ട് കൊന്ന ആ വർഗീയവാദിയായ തൊട്ട അയൽവാസി പറയുന്ന ഒരു വാക്കുണ്ട്, അഫ്സുർ റസൂലുമായിട്ട് എനിക്ക് യാതൊരു പരിചയവുമില്ല, എനിക്കറിയില്ല, പക്ഷേ എനിക്ക് അത് മുസ്ലിമാണെന്നറിയാം അവൻ. അപ്പോൾ ഞാനിങ്ങനെ കേട്ട് മുസ്ലിം വിദ്വേഷവും വെറുപ്പും കേട്ട് ഞാൻ അവനെ തീയിട്ട് കൊലപ്പെടുത്തിയതാണ്. ആലോചിച്ച് നോക്കുക, അവിടെയാണ് ഈ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വാതായനങ്ങൾ അടച്ചുകൊണ്ട് ഒരു വലിയ പ്രത്യയശാസ്ത്രം രൂപപ്പെട്ടു. അതാണ് സംഘപരിവാരം. ആലോചിച്ച് നോക്കൂ, ആ സംഘപരിവാരത്തെ ശക്തിമത്തായിട്ട് നട്ടെല്ലോടുകൂടെ നോക്കണം, നമുക്ക് പോലും എതിർത്ത് പറയാനാവാത്ത വിധത്തിലുള്ള അത്രമാത്രം വശം നോക്കണം, അത്രമാത്രം നട്ടെല്ല് ഉയർത്തിക്കൊണ്ട് ഈ സ്മൃതിയെപ്പോലെയും അതോടൊപ്പം തന്നെ മായാ വ്ളോഗ് ചെയ്യുന്ന അങ്ങനെ കുറേ ആളുകളുണ്ട്. ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാൻ എനിക്ക് മറതിയുണ്ട്, ഓർമ്മയില്ല. അപ്പം ഞാൻ കാണുന്നത് ഈ സ്മൃതിക്കുട്ടി പുലിക്കുട്ടിയാണ്. ആ അപ്പി ബൈജുവിനെയും അതോടൊപ്പം തന്നെ കിളവന്മാരെയും
നമ്മളൊക്കെ പറയുന്നത് പോലെ കുഴിയിലേക്ക് ശവക്കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്നു. എത്ര കാലമാണ് ഇനി ഇവിടെ അവർക്ക് കിട്ടുക? കിട്ടിയാൽ 50, 60, 70 വയസ്സ് കഴിഞ്ഞ് നിൽക്കുന്ന കിളവന്മാരാണ്. അവർക്ക് കിട്ടിയാൽ 2, 3 വർഷം കിട്ടിയാൽ കിട്ടുമല്ലേ? ആ മനുഷ്യന്മാർ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശങ്ങൾ പ്രചരിപ്പിക്കപ്പെടേണ്ടതിന് പകരം വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പക രാജ്യത്ത് മുഴുവനും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ചെറിയ കൊച്ചുമോള് പുലിക്കുട്ടിയായിട്ട് ഇത്തരത്തിലുള്ള വർഗീയതയെ കടന്നാക്രമിച്ചു കൊണ്ട് നോക്കണം. ആ കുട്ടിക്ക് ഇതിന് കിട്ടിയിട്ടുള്ള നമ്മളൊക്കെ പറയും ആണുങ്ങളുടെ ധൈര്യമോ എന്ന്. അഥവാ ഈ പെൺപുലിക്ക്, ഈ കുഞ്ഞു പെൺപുലിക്ക് കിട്ടിയിട്ടുള്ളത് മഹോന്നതമായ മനസ്സിൻ്റെ ഉടമയാണ്, മഹത്വത്തിൻ്റെതാണ്, ഉത്കൃഷ്ടതയാണ്, സഹജീവികളോടുള്ള സ്നേഹം, സഹജീവികളോടുള്ള കാരുണ്യം. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് കലുഷമായി കൊണ്ടിരിക്കുന്ന വർഗീയത വിതക്കുന്നതിൽ നിന്ന് ആ പെൺകുട്ടി തന്നെ ഇരു കൈകൾ കൊണ്ടും നാവുകൊണ്ടും ആ വർഗീയതയുടെ വിത്തുകളെ തടയുന്നു. ആ വർഗീയ വ്യാപനത്തെ എതിർത്തുകൊണ്ട് സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും ഭാഷ മാത്രമാണ് ആ പെൺകുട്ടി സംസാരിക്കുന്നത്. പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ അതൊരു വലിയ ആരാധനയാണ്. മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ആരാധന കൗലം മഹറൂഫൻ വമാഫിറ ഖൈറും മിൻ സദഖ എന്നാണ് പറഞ്ഞത്. ഏറ്റവും നല്ല വാക്ക് പറയുക എന്ന് പറയുന്നത് നീതിയോടെയുള്ള വാക്കാണ്. ആ നീതി പറയുന്നത് ലോകം മുഴുവനും ചാരിറ്റി ചെയ്തതിനേക്കാൾ പുണ്യമാണ്. അപ്പോൾ അതാണ് ആ സ്മൃതിക്കുട്ടി പുലിക്കുട്ടിയായി ശവക്കുഴിയിലേക്ക് കാല് നീട്ടിയ വർഗീയവാദികളോട് ശക്തിമത്തായിട്ട് ഏറ്റുമുട്ടുകയാണ്. എന്താണ് ഇപ്പോൾ വാവരും അയ്യപ്പനും പോലും ഇപ്പോൾ ഇവർക്ക് പഴയകാല അനുഭവം. നമ്മളെല്ലാവരും കേരളത്തിൻ്റെ പൈതൃകം, നാടിൻ്റെ പൈതൃകം എന്താണ്? തീർച്ചയായിട്ടും ഒരു മുസ്ലിം ഒരു ഹിന്ദുവിൻ്റെ കയ്യിൽ തോളിട്ട് നടക്കുന്ന ആ സൗഹൃദത്തെയാണ് അവരില്ലാതാക്കുന്നത്. ഒരേ സദസ്സിലിരുന്ന് സ്വന്തം അമ്മ പെറ്റ മക്കളെ പോലെ കഴിഞ്ഞുകൂടുന്ന അയൽവാസികൾ ആ സാഹോദര്യ ബന്ധത്തിൽ കലുഷതയുണ്ടാക്കി പരസ്പരം വെറുപ്പിൻ്റെയും സംശയത്തിൻ്റെയും വിദ്വേഷമുണ്ടാക്കി. എന്താ ലക്ഷ്യം? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കേവലം അധികാരങ്ങൾ, ആ അധികാരം വഴി കിട്ടുന്ന നാണയത്തുട്ടുകൾ. ഈ മനുഷ്യരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറയുന്ന ഈ ബൈജുവിനെ പോലെയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കാഷ്ടം തിന്നിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ എത്ര നന്നായിരുന്നു. നിങ്ങൾ ചെയ്യുന്നത് എന്തുമാത്രം അപരാധമാണ്, എന്തുമാത്രം ക്രൂരതയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുടുംബങ്ങളില്ലേ, നിങ്ങൾക്ക് മക്കളില്ലേ? ഒരു മതം മറ്റൊരു മതത്തോട്, അഥവാ ഒരു മതവിശ്വാസിയായി വേറൊരു മതവിശ്വാസി ജനിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ ഇത്രമാത്രം വെറുപ്പും പകയും നിങ്ങൾ വെച്ച് പുലർത്തുന്നു. ആലോചിച്ച് നോക്കുക. അങ്ങനെ ഈ കേരളീയ മണ്ണും ഞങ്ങൾ വടക്കേ ഇന്ത്യ പോലെ കലുഷിതമാക്കി അധികാരത്തിൽ വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ 10-20 വയസ്സ് മാത്രം പ്രായമായ ചുണക്കുട്ടി, ഈ പുലിക്കുട്ടി ശക്തിമത്തായിട്ട് ഈ വർഗീയവാദികളോട് ശക്തിമത്തായിട്ട് ഏറ്റുമുട്ടിയ ആ വീഡിയോയാണ് നിങ്ങൾക്ക് ഞാൻ ആദ്യം തന്നെ ഇതിൽ വെച്ചത്. എവിടെ നിന്നാണ് ഈ കുട്ടിക്ക് ഈ ഊർജ്ജം ലഭിക്കുന്നത്? അത് മഹത്തായ ഊർജ്ജമാണ്. തിന്മക്കുള്ള ശക്തി പോലെയല്ല നന്മക്കുള്ള ശക്തി. അത് അജയ്യമായിട്ട് നിൽക്കും. തിന്മയുടേത് കേവലം ഒരു യാന്ത്രികം മാത്രമാണ്, ഒരു തോന്നിപ്പിക്കൽ മാത്രമാണ്. അതാണ് നമ്മുടെ സ്മൃതിക്കുട്ടി എന്ന് പറയുന്ന ആ പുലിക്കുട്ടി ചെയ്യുന്നത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ്. തൻ്റെ ഇരുകൈ കൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാവ് കൊണ്ടും ആ കുട്ടി ചെയ്യുന്നത് യൂട്യൂബിൽ നിന്ന് പണം കിട്ടുക എന്നതല്ല, മറിച്ച് അതിൻ്റെ റീച്ച് നോക്കിയിട്ടല്ല ഞാനും ഇത് ചെയ്യുന്നത്. മറിച്ച് ആ സൗഹാർദ്ദത്തിന്, പരസ്പര സ്നേഹത്തിന്, ആ വാവരുടെ സ്നേഹം, ആ അയ്യപ്പൻ്റെ സ്നേഹം നോക്കണം. ആ അയ്യപ്പനും ബാബരും കയ്യിൽ തോളിട്ട്, അഥവാ തോളിൽ കൈയിട്ട് പരസ്പരം ചങ്ങാത്തത്തോടുകൂടെ കഴിഞ്ഞു വന്നിരുന്ന ആ കേരളീയൻ്റെ ആ കഥകളൊക്കെ, ആ സ്നേഹ കഥകളൊക്കെ നുണയാണ്. അങ്ങനെയൊന്നുമില്ല. വാവർ ആട്ടിപ്പായിക്കപ്പെടേണ്ടവനാണ്. വാവരുടെ ഇനി വന്നിട്ട് വഖഫിൻ്റെ പേരിൽ വാവരുടെ ആ പള്ളി പോലും നമ്മുടെ ശബരിമല പിടിച്ച എവിടെ നിന്നൊക്കെയാണ് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള നോക്കണം വെറും വ്യാജങ്ങൾ പറഞ്ഞു പരത്തി പരസ്പരം നോക്കണം. സാഹോദര്യവും സ്നേഹവും നഷ്ടപ്പെടുത്താനാണ് നമ്മളൊക്കെ എന്ത് വിട്ടുവീഴ്ച ചെയ്തും ചിലപ്പോൾ ചില നുണ പറയുന്നത് പോലും മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയാണ്. സ്നേഹത്തിൻ്റെ ഭാഷ പറഞ്ഞ് ചില നുണ പറഞ്ഞാൽ പോലും പരസ്പരം അടുപ്പിച്ച് സ്നേഹിപ്പിച്ച് നിർത്താനാണ്. പക്ഷേ ആ സമയത്താണ് ഇവർ എല്ലാ ഒരു ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നോക്കണം. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പോലും മനുഷ്യനെ സ്നേഹിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ നരാധമന്മാർ ഇല്ലാത്ത കാര്യം പറഞ്ഞ് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പക എവിടെ നിന്ന് കിട്ടുമോ നോക്കണം. വയോധികന്മാർ
അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കുറച്ചു കാലം മാത്രം, ഇനി എത്ര കാലമാണ് ഇവർ ജീവിക്കുന്നത് ഈ ഭൗതിക ജീവിതത്തിൽ? എന്ത് അധികാരമാണ് ഇനി അവർക്ക് വേണ്ടത്? എന്നിട്ട് പോലും ഒരിക്കലും അവരുടെ മനസ്സ് ഒരു കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആ നാമ്പ് വറ്റിക്കഴിഞ്ഞിട്ടുള്ളവരും ആ പടുകിളവന്മാർ എന്തൊരു ക്രൂരന്മാരാണിവർ. ആ സമയത്താണ് ഈ പെൺകുട്ടിയുടെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള വാക്കുകൾ നമ്മളെ കോരിത്തരിപ്പിക്കുന്നത്, കൗതുകമുണർത്തുന്നത്. ആ കുട്ടിക്ക് പടച്ച തമ്പുരാൻ ദീർഘായുസ്സും ഇനിയും ഈ തിന്മകളോട്, വർഗീയതകളോട് ശക്തിമത്തായിട്ട് എതിരിടുവാനുള്ള കരുത്തും നൽകി വലിയ വലിയ ശ്രേണിയിലെത്തട്ടെ ഈ പെൺകുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ദീർഘായുസ്സും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവെ ഇത്തരത്തിലുള്ള സൗഹൃദങ്ങളും സ്നേഹങ്ങളെയും ഊട്ടിയുറപ്പിക്കുന്നതിന് നീ സാഹചര്യങ്ങൾ ഒരുക്കി തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.